സുഹൃത്തുക്കളെ, തൃശ്ശൂർ പ്രസ് അദ്ദേഹം തൃശ്ശൂർക്കാരാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന്റെ മറ്റൊരു സ്വന്തം മന്ത്രി കൂടിയാണ്. ഈ സർക്കാർ ഏറെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കുറിച്ചാണ് തുടങ്ങിയത് തന്നെ വനിതകൾക്ക് സൗജന്യയാത്ര തുടങ്ങിയ വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെയാണ് സർക്കാർ പ്രോത്സാഹിക്കുന്നത്. എന്തൊക്കെയാണ് ഈ സർക്കാരിന്റെ ഗതാഗത വകുപ്പിന്റെ പ്രതീക്ഷകളും പദ്ധതികളും എന്നെല്ലാം അദ്ദേഹം നന്നായി പങ്കുവയ്ക്കും. എന്തൊക്കെയാണ് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്നും അദ്ദേഹം നമ്മളിൽ പങ്കുവയ്ക്കും. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ തൃശ്ശൂർ പ്രസ്താവന ഈ ദിവസത്തേക്ക് സ്വാഗതം. അധ്യക്ഷൻ എം വി ബാബുവാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ എത്തിയ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ നാട്ടുകാരനാണ്, അതുകൊണ്ട് നമുക്ക് നേരം ആലോചിച്ചിട്ട് പരമാവധി ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണം. അതെടുത്ത് പറയണോ? തുടങ്ങാം അല്ലേ? പ്രിയപ്പെട്ട എം പി ബാബു, രഞ്ജിത്ത് ബാലൻ, പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട പത്രസുഹൃത്തുക്കൾ, സ്നേഹിതന്മാരെ, ഒരു പുതിയ ദൗത്യം അല്ലെങ്കിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഗതാഗത വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിസഭാ അംഗം എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ വരുന്നത്. തൃശ്ശൂരിലേക്ക് വരിക എന്ന് പറയുന്നൊരു ഹോം കമ്മിങ് ആണ്. എപ്പോഴും ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. കുന്നംകുളമാണ് എൻ്റെ ജന്മദേശമെങ്കിലും ഡിഗ്രി പഠിച്ചതെല്ലാം സെൻറ് തോമസിലാണ് എന്നുള്ളതുകൊണ്ട് ഒരു പ്രായപൂർത്തിയാവുന്ന കാലത്തെല്ലാം തൃശ്ശൂർ ടൗൺ, അതുപോലെ തന്നെ ഈ റൗണ്ട്, ഇവിടെയുള്ള ആളുകൾ, മാധ്യമങ്ങൾ, അവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. തൃശ്ശൂർ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു ഞാനെന്നുള്ള കാര്യം ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല അല്ലേ? സഫയുടെ തൃശ്ശൂർ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു 75-76 കാലഘട്ടത്തിൽ, 77 വരെ. അപ്പം അന്ന് തുടങ്ങിയ ഒരു ബന്ധം ഏതാണ്ട് നൂറ്റാണ്ട് കാലമായിട്ട് ഒട്ടും മങ്ങാതെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് തൃശ്ശൂരിൽ രാഷ്ട്രീയ പ്രവർത്തനമില്ല. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. താമസവും അങ്ങോട്ടായിട്ട് വളരെ കാലമായി. പക്ഷേ എന്തോ ഒരു മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തൃശ്ശൂർ പൂരത്തിന് വരാത്ത വർഷങ്ങളില്ല. പൂരം നിന്നിട്ടുണ്ടെന്നല്ലാതെ ഞാൻ വരാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തൃശ്ശൂരിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, തൃശ്ശൂർ പൂരത്തിന് അദ്ദേഹത്തെ മൂപ്പരെ നോക്കിയാൽ കിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ആ ബന്ധം ഒരിക്കലും മുറിയാതെ നിൽക്കുന്നുണ്ട്, താമസം അവിടെയാണെങ്കിൽ പോലും. എന്തായാലും ഇന്ന് രാഷ്ട്രീയം നിങ്ങൾ ചോദിച്ചാലേ ഞാൻ പറയുന്നുള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 1-2 കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു ഗതാഗത നയം, ഒരു ട്രാൻസ്പോർട്ട് പോളിസി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. അത് വളരെ ഷോർട്ട് ടേമിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല, എന്നാൽ വളരെ നീണ്ടുപോവാതെ ഒരു ഗതാഗത നയം, നമുക്ക് വ്യവസായ നയം പോലെ ഒരു ഗതാഗത നയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു വലിയ യജ്ഞം ആരംഭിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് നിരവധി ചർച്ചകൾ ഈ 2 മാസത്തിനകത്ത് നടത്തിയതെന്നും എനിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ന നിലയിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 1,92,00,000 വണ്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അതിൽ പുക പരിശോധനയ്ക്ക് പോകുന്നവ തന്നെ 1,10,00,000-ലധികം വരും. അപ്പോൾ 1 കോടിയിലധികം വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. അതിലത് ഓടിക്കുന്ന ആളുകളിൽ മിക്കവരും തന്നെ 1-ാം തലമുറയിൽപ്പെട്ട ആളുകളാണ്. ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകളാണ്. മാത്രമല്ല വളരെ ഒരു അച്ചീവേഴ്സാണ്. ഒരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ശതമാനം ആളുകൾക്കും വലിയ അച്ചീവ്മെൻ്റാണ്.
ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് വണ്ടി വാങ്ങിക്കുക എന്നുള്ളത്. ന്യായമായും അതിൻ്റെ ഒരു ആവേശവും അതിൻ്റെ ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാവുമെങ്കിലും വളരെയധികം ആവേശപ്പെടാൻ പറ്റിയൊരു കാര്യമല്ല ഈ മെഷീൻ, ഈ വാഹനം എന്ന് പറയുന്ന യന്ത്രം. അതുകൊണ്ട് അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കുകയും അതിൻ്റെതായ മര്യാദകൾ പാലിക്കുകയും വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മുടെ റോഡ് സ്പേസ് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പൊതുബോധത്തിൻ്റെ ഭാഗമാവേണ്ട ഒരു കാര്യമാണ്. നിയമങ്ങൾ കൊണ്ടും ശിക്ഷാ നടപടികൾ കൊണ്ടും പിഴകൾ കൊണ്ടും കടുത്ത പിഴകൾ കൊണ്ടുമൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് ഗവൺമെൻറ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ആളുകൾ വളരെ നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുക, വാഹന അപകടത്തിൽപ്പെട്ടാൽ തന്നെ ഉടനെ തന്നെ സഹായിക്കുക, കാൽനട യാത്രക്കാർക്ക് മുൻഗണന കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ സൈക്കിയിൽ, നമ്മുടെ ബോധ്യങ്ങളിൽ മുഖ്യ സ്ഥാനം പിടിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. അതുകൊണ്ട് നല്ലൊരു പേര് നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫയലിലിട്ടിരിക്കുന്ന പേര് ഗതാഗത സാക്ഷരതാ യജ്ഞം എന്നാണ്. അത് പോരാ എന്നറിയാം, എങ്കിലും നല്ലൊരു പേര് ആരെങ്കിലും സജസ്റ്റ് ചെയ്താൽ അതെടുക്കാം. അത് ട്രാൻസ്പോർട്ട് എന്ന രീതിയിലല്ല, എല്ലാ തരത്തിലുള്ള റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷാബോധ്യങ്ങൾ വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ആവുക. ഒരാൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ ക്രോസ് ചെയ്യുന്ന ആൾക്ക് നിന്നു കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഗൾഫിലൊക്കെ നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. റോഡ് ക്രോസ് ചെയ്യുന്ന ആളാണ് പ്രധാനം, അല്ലാണ്ട് വാഹനം ഓടിക്കുന്ന ആളല്ല ഇന്ന് വാഹനം ഓടിക്കുന്ന ആൾക്ക് തോന്നുക എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലൊരു നയമാണ് നമ്മൾ ഒരു യജ്ഞം ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു +2 പരീക്ഷ കഴിയുമ്പോൾ തന്നെ നമുക്ക് ലൈസൻസ് കിട്ടുന്ന തരത്തിൽ കുട്ടികൾക്ക് തന്നെ ഈ വാഹനത്തെക്കുറിച്ചും വാഹന നിയമങ്ങളെക്കുറിച്ചും 10-11 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു കരിക്കുലം തയ്യാറാക്കിക്കൊണ്ട് പ്രീ ലൈസൻസ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസമായിട്ടുള്ളെങ്കിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അവരുടെ വകുപ്പിനും കത്തുകളും ഫയലുകളൊക്കെ അയച്ചിട്ടുണ്ട്. 10, 11, 12 ക്ലാസ്സുകളിൽ അവർക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല കാലത്ത്, പക്ഷെ വണ്ടിയിലൊക്കെ കയറിയിരിക്കുക, ക്ഷമിക്കണം. അതേപോലെ തന്നെ കേടുവന്ന കണ്ടം ചെയ്ത വണ്ടികൾ ഈ സ്കൂളുകളിലെ തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അസ്ഥിപഞ്ജരം കണ്ടാൽ എന്താണ് ഇതിനകത്തുള്ളതെന്നൊക്കെ മനസ്സിലാവും. അപ്പം അത്തരത്തിൽ വണ്ടികളെയും ഡ്രൈവിങ്ങിനെയും യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണമെന്നുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, ആരോഗ്യ മേഖലയും നമ്മുടെ വകുപ്പും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. വളരെ വിദഗ്ധരായ ഡോക്ടർമാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രീ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വാഹനം ഓടിക്കുന്നവരും ആളുകളെ കൊണ്ടുപോകുന്നവരുമാണ്. ഒരാളെ വളരെയധികം പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, എല്ലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കഴിയുന്ന ഓട്ടോറിക്ഷയിൽ കുത്തിക്കയറ്റരുത്, പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി. ഓട്ടോറിക്ഷക്കാരെ നല്ല മനസ്സുകൊണ്ടാണത് ചെയ്യുന്നത്. അതേസമയം പരിക്കൊന്നുമില്ലെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് പോകുന്നതാണ് നല്ലത്, ആദ്യം തന്നെ എത്തുമല്ലോ. അപ്പം ഇത്തരത്തിലുള്ള നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ എവിടെ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആക്സിഡന്റ് പറ്റിയാലും കൂടിപ്പോയാൽ 10-15 മിനിറ്റിനകത്ത് ഒരു ആംബുലൻസ് അവിടെ എത്തത്തക്ക തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്താൽ എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇനി മരിക്കാത്ത ആളുകളെ തന്നെ അവരുടെ അപകടം വളരെയധികം കുറയ്ക്കാൻ, പരിക്കിൻ്റെ ആഘാതം കുറയ്ക്കാനും സർജറിക്ക് കുറേയും കൂടെ എളുപ്പം ഉണ്ടാക്കാനും കഴിയുന്നതാണ് ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വാഹന വകുപ്പിനെ കേവലമായിട്ടുള്ള ഒരു വണ്ടിയുടെ സ്പീഡ് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് റദ്ദാക്കുക, അതിൻ്റെ ഫിറ്റ്നസ് കേടുവരുന്നുണ്ടോ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലേക്ക്
എങ്ങനെയാണ് ഈ 1-2 കോടിയോളം വരുന്ന ഈ വാഹനങ്ങളുടെ സേവനം എത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഗതാഗത നയത്തിൻ്റെയും ഈ യജ്ഞത്തിൻ്റെയും ഭാഗമായിട്ട് ആലോചിക്കുന്നത്. നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടും ഈ വകുപ്പിലാണുള്ളത്. അതിൽ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ബോട്ടുകൾ അങ്ങനെ ഒരു പ്രധാന മാർഗമല്ല, എങ്കിലും ബോട്ട് ഉപയോഗിക്കുന്ന കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബോട്ടുകൾ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? സോളാർ ബോട്ടുകളുണ്ട്. അതുകൊണ്ട് ലാഭകരമായൊരു കാര്യമല്ല, പക്ഷേ ദ്വീപ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് ബോട്ടിൽ എത്താൻ കഴിയുമോ, ടൂറിസ്റ്റുകൾക്ക് തന്നെ യാത്രാ ബോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. പക്ഷേ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള പോലെയും നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ പ്രശസ്തമായിരിക്കുന്ന പ്രിയദർശിനി പദ്ധതി, അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വകുപ്പിൻ്റെ തൊപ്പിയിലെ ഒരു തൂവലാണ്. അതിൽ ഞങ്ങൾ സ്വയം പ്രശംസിക്കാനില്ല. ആരെയെങ്കിലും പ്രശംസിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. കാരണം അദ്ദേഹമാണ് UDF-ന് ഡയറക്ഷൻ തന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു കോൺസെപ്റ്റ് കേരള രാഷ്ട്രീയത്തിലേക്ക് സന്നിവേശിപ്പിച്ചത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹത്തിൻ്റെ ടീമാണ്. അപ്പം അത് വന്ന സമയത്ത് അതിൻ്റെ ഗൗരവം വേണ്ടത്ര ഞങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് നടപ്പായതോടുകൂടി വലിയ ഒരു വിസ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ 3.81 കോടി യാത്രക്കാരാണ് ഒരു മാസം യാത്ര ചെയ്യുന്നത്. യാത്രക്കാരല്ല, യാത്രകൾ. ഒരാളിത് 10 പ്രാവശ്യം ചെയ്യുമ്പോൾ 10 കൂട്ടുകയാണെങ്കിൽ. അതുപോലെ തന്നെ 66% വർധനവ് സ്ത്രീ യാത്രക്കാരുടെ 66% യാത്രക്കാരും സ്ത്രീ യാത്രക്കാരാണ്. സ്ത്രീ യാത്രക്കാരുടെ വർധനവ് ഏതാണ്ട് 87%, ഇരട്ടിയാണ്. എന്നാൽ പുരുഷന്മാരുടെ എണ്ണം ഒന്നും ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ KSRTC അങ്ങേയറ്റം ജനകീയമാവുകയും KSRTC ആൾക്കാർ എപ്പോഴും കുറ്റം പറയാനാണ്. ഞാനും ഒക്കെ KSRTC പോകുമ്പോൾ ബസ് വന്നില്ല അങ്ങനെയാണൊക്കെയാണ് പറയുമെങ്കിൽ KSRTC ഇപ്പോൾ വലിയൊരു പ്രശംസാപാത്രമായിട്ടും ആശ്വാസ കേന്ദ്രമായിട്ടും മാറി എന്നുള്ളത് ഈ ഗവൺമെൻറ്റിന് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെയാണ് ധനമന്ത്രി എന്നുള്ളത് കൊണ്ടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയദർശിനിക്ക് ആവശ്യമായിട്ടുള്ള അധിക പണം അത് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ബജറ്റിൽ ഉൾക്കൊള്ളിക്കാതെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തോട് നിങ്ങൾ ഈ പദ്ധതി നടപ്പാക്കിക്കോളൂ, ഞങ്ങൾ പിന്നെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പദ്ധതിയും പൊളിയും KSRTCയും പൊളിയുമായിരുന്നു. ഇന്നതല്ല. 600 കോടി രൂപ ബജറ്ററി പ്രൊവിഷൻ വന്നു. അതുപോലെ തന്നെ പ്ലാനിനെ റാഷണലൈസ് ചെയ്തു. വാസ്തവത്തിൽ ഇതൊരു ഡിഫാക്റ്റോ ഒരു പ്ലാൻ അല്ലെങ്കിലും ഇപ്പോൾ അങ്ങനെയാണ്. ഡിഫാക്റ്റോ ഒരു പ്ലാനായിട്ട് മാറിയിരിക്കുകയാണ്. ഡിജൂറെ അതൊരു പ്ലാനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, നോൺ പ്ലാനാണ്. എങ്കിൽ പോലും ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയായിട്ട് ഇന്നതിനെ കണക്കാക്കാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന കാടുകളുടെയൊക്കെ അറ്റത്ത് കിടക്കുന്ന മലക്കപ്പാറ പോലുള്ള പ്രദേശത്തേക്ക് തൊഴിലെടുക്കാനല്ല സ്ത്രീകൾ പോകുന്നത്. തൊഴിലെടുത്ത് മുഷിഞ്ഞ സ്ത്രീകൾ ഇത്രയും കാലം മാറ്റിവെച്ച അവരുടെ ആ വിനോദസഞ്ചാര സാധ്യതകൾ അവർ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ഗവി ഇതിനേക്കാളും എന്ന് പറയാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഒരു വനപ്രദേശമാണ്. ആ വനപ്രദേശങ്ങളിലേക്ക് വരെ സ്ത്രീകൾ കൂട്ടത്തോടു കൂടി പോകുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ദൈനംദിനം തൊഴിലെടുക്കുന്ന സ്ത്രീകൾ, തൊഴിലിടം എന്നത് അടുത്ത് ആണ് എന്നെങ്കിൽ പോലും അതിൻ്റെ ചെലവ് വളരെ കൂടുതലായിരുന്നു. സൗകര്യങ്ങളുണ്ട്, ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ ആക്സസ് ഇല്ല. ഉദാഹരണത്തിന് വടക്കാഞ്ചേരിയിൽ നിന്നോ കുന്നംകുളത്തു നിന്നോ തൃശ്ശൂർ ടൗണിൽ വന്ന് ജോലിയുണ്ട്, ജോലിയെടുക്കാൻ അറിയുന്ന സ്കില്ലുണ്ട്,
പക്ഷെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എല്ലാ ദിവസവും 50-60 രൂപ ബസ്സിന് കൊടുത്തിട്ട് പിന്നെ അത് പണിയെടുക്കും, പിന്നെ അതിലൊന്നും കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് തൊഴിലിടത്തേക്കുള്ള സ്ത്രീയുടെ യാത്ര അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നുവെന്ന് കണ്ടെത്തിയതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത. നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഞാനടക്കമുള്ളവർ ഇത്ര വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്ന്, ഇത്രയും വലിയൊരു ഗൗരവമായ ഒരു പ്രശ്നമാണെന്ന് കണ്ടെത്തി. അതേസമയം വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം എല്ലാ കാലത്തും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നു. സ്ത്രീകളുടെ തൊഴിലിടത്തേക്കുള്ള യാത്ര ആധുനിക കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്ന് തിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് പ്രിയദർശിനിയുടെ സംഭാവന എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് ആവശ്യത്തിലധികം പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ഈ പ്രിയദർശിനി യാത്രയെ കുറിച്ച് പറയപ്പെടും, സവാരി ബസ്സുകളുടെ ഉടമകൾ പറയുന്ന വ്യവസായം കൂട്ടിപ്പോകുന്നു, അതിന് പരിഹാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ വിദ്യാർത്ഥികൾ ഈ KSRTC സ്വർണ്ണത്തിന് തരണം എന്ന് പറയുന്നുണ്ട്, വയോധികർക്ക് തരണം എന്ന് പറയുന്നുണ്ട് ആണല്ലോ. ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന ഒന്നാണോ? വിദ്യാർത്ഥിനികൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായല്ലോ KSRTC. 80% വിദ്യാർത്ഥിനികളാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആയി, മുതിർന്ന കുട്ടികൾക്കെല്ലാം ആയി. ഒരുപാട് കുട്ടികൾ നടന്നൊക്കെയാണല്ലോ പോകുന്നത്. പിന്നെ എന്താ പറയുക, സ്കൂളിൽ കോളേജ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരള യൂണിവേഴ്സിറ്റിയിലെ 85% കുട്ടികളും പെൺകുട്ടികളാണ്. അപ്പം 85% കുട്ടികൾക്കും സൗജന്യമായി. ഇനി അതിനേക്കാൾ കൂട്ടാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. അത് കൂട്ടുന്ന സമയത്ത് ഞാൻ പറയാം. പിന്നെയുള്ളത് വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ളവർക്കും, ഇപ്പോൾ വാർദ്ധക്യത്തിലെ സ്ത്രീകൾക്കൊക്കെ സൗജന്യമാണല്ലോ. അവിടെയും പകുതിയിലധികമാണല്ലോ സ്ത്രീകൾ. രണ്ടാമത്തത് ഈ നമ്മുടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ്, ഞങ്ങളവരെ വിളിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് എന്നാണ്. പ്രൈവറ്റ് ബസ് എന്ന് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ വിളിക്കുന്നില്ല അവരെ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സാണ്. അവർ പ്രതീക്ഷിച്ചതിലധികം വേഗത്തിൽ നമ്മളൊരു കമ്മിറ്റി വെച്ചു. ഇന്ന് അവരെന്നെ കാലത്ത് വന്ന് കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വീണ്ടും വരുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അല്ല ഞങ്ങൾ വന്ന് കണ്ടു എന്നേ ഉള്ളൂ, അവരുടെ കമ്മിറ്റി അവർക്ക് വളരെയധികം തൃപ്തി നൽകിയിട്ടുണ്ട്. DGP ആയിരുന്ന പത്മകുമാർ ചെയർമാൻ ആയിട്ടുള്ള, നാറ്റ്പാക്കിൻ്റെ ഡയറക്ടറായിരുന്ന ശ്രീദേവി വൈസ് ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റി സിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പരിഹാരം നമ്മളതിനുണ്ടാക്കും. പിന്നെ അതിൽ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഉദാഹരണത്തിന് നല്ലൊരു എക്സാമ്പിൾ, ഈ ചാലക്കുടി മലക്കപ്പാറ, അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലാണ് വലിയൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവിടെ ആകെ 10-12 ബസ്സേ ഉള്ളൂ, ഈ ഓർഡിനറി. അവരുടെ ബസ്സുകളും അത്രയൊക്കെ ഉള്ളൂ, സർവീസുകളാണ് കൂടുതൽ. അപ്പോൾ ഒരു ബസ്സിന് ഒരു ദിവസം എത്ര രൂപ നഷ്ടം വരുന്നു എന്നതിലേക്ക് നമ്മൾ സീറോ ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ കുന്നംകുളം തൃശ്ശൂർ ഈ ജില്ലയിലെ കാര്യം പറയുകയാണെങ്കിൽ, കുന്നംകുളം തൃശ്ശൂരിൽ അധികം പ്രിയദർശിനിയൊന്നുമില്ല. കുന്നംകുളം തൃശ്ശൂരിനോട്ട് ഓടുന്നില്ല. പക്ഷെ പാലക്കാട് ജില്ലയിലേക്ക് ധാരാളമുണ്ട്. ഇന്നലെ കുന്നംകുളത്ത് പോയപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് പാലക്കാട് ജില്ലയിൽ നിന്നും ഗുരുവായൂർക്ക് വരുന്ന വണ്ടികളാണ് കുന്നംകുളം വഴി വരുന്നത്. അപ്പോൾ കുന്നംകുളം, വടക്കാഞ്ചേരി, കുന്നംകുളം, തൃശ്ശൂർ റൂട്ടിൽ അധികം പ്രിയദർശിനിയൊന്നുമില്ല. അതുപോലെ പൊന്നാനി, കുന്നംകുളം ഒരു പോയിന്റ് വെച്ചിട്ട് പറയാണ്. പക്ഷേ ചാലക്കുടിയിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് പല ഫോറമുകൾ, അതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല, 3-4 പ്രൊപ്പോസൽസ് വെച്ചിട്ടുണ്ട്. എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മുതൽ മുടക്കിയിട്ടുള്ള ബസ് മുതലാളിമാർ എന്ന് ആളുകൾ വിളിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ആ കമ്മിറ്റിക്ക് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
തീർച്ചയായിട്ടും ഞാനിന്ന് കൊല്ലനായിട്ടും കൂടെ സംസാരിച്ചിരുന്നു. അവരുടെ ഓഫീസർമാർ വന്നിരുന്നു. 940 ബസ്സുകൾ കടന്നു പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നോഡൽ പോയിന്റാണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡ്. അത് പൊളിച്ച് പണിയാൻ പറ്റിയില്ല, പൊളിച്ചു പക്ഷെ പണിയാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു വീക്ക്നെസ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ഇന്ന് കാലത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയൊരു കാര്യം ഞാനത് നേരത്തെ പറയേണ്ടതായിരുന്നു. എല്ലാ MLA-മാരും ഇന്നിപ്പോ അവരുടെ മണ്ഡലത്തിൽ ഒരു ഡിപ്പോ ഉണ്ടെങ്കിൽ ആ ഡിപ്പോയുടെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി അധ്യക്ഷന്മാരായിരിക്കുക. ഇപ്പൊ തൃശ്ശൂരിൽ പലനാണ് അതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും പല പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനഃപൂർവ്വമാണ് ഇന്നിപ്പോ ഡിപ്പോ സന്ദർശിക്കാത്തത്. കാരണം ഡിപ്പോകളിലൊരു സിസ്റ്റം വന്നല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ, മേയർ, ആ കൗൺസിലർ, അവിടെ ഇരിക്കുന്ന, ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ BJP കൗൺസിലറാണ് തൃശ്ശൂർ ഡിപ്പോ ഇരിക്കുന്ന, ആയിക്കോട്ടെ ഒരു ഒന്നുകൂടെ. അപ്പൊ അവരെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി നിലവിൽ വന്നു കഴിഞ്ഞു. ആ കമ്മിറ്റി കൂടാൻ തുടങ്ങി. അവരൊരു റൗണ്ട് കൂടിയതിന് ശേഷം കേരളത്തിലെ എല്ലാ ഡിപ്പോകളുടെയും ഒരു ഡെവലപ്മെന്റ് റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ മേശപ്പുറത്ത് വരും. അതൊരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതിനൊരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം തിരക്ക് പിടിച്ച് നീജർക്ക് റിയാക്ഷൻ, ഈ മുട്ട് അടിച്ചിട്ടുള്ള രീതിയിലല്ല, വളരെ നല്ല രീതിയിൽ തൃശ്ശൂരിലെ ഈ പരിപാടികൾ നമ്മൾ നടപ്പാക്കും. അത് ഞാനിപ്പോൾ പഴയ ഗവൺമെൻറ് ചെയ്തതെല്ലാം തെറ്റായിരുന്നു, അതൊന്നും എൻ്റെ ഒരു ശൈലിയല്ല. അറിയില്ല. എൻ്റെ മുൻപിലൊന്നും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയല്ല, കേട്ടിട്ടില്ല. എന്തായാലും അതൊക്കെ നമുക്ക് ഈ കമ്മിറ്റികൾ വരുമല്ലോ. ഇപ്പോൾ അവർ പറയട്ടെ, മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ തീർക്കണം. അതിലൊരു 7.5 കോടി രൂപ നവകേരള പദ്ധതി ഉണ്ടെന്നും അതുപോലെ 2-2.5 കോടി രൂപ MLA ഫണ്ട് ഉണ്ടെന്നുമാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയത്. എന്തായാലും ഞാൻ ഈ കമ്മിറ്റി വന്നിട്ടേ അത് ചെയ്യുള്ളൂ. കാരണം എല്ലാവരും വിശ്വാസത്തിലെടുക്കുക. എല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ സ്കോർ ചെയ്യാനൊന്നും ഇതാവൊന്നും ഭയങ്കരമായിട്ട്, ഇപ്പോൾ അവിടെ ഞാൻ ഒരു മിനിസ്റ്റർ എന്ന രീതിയിൽ അവിടെ ചെന്നപ്പോൾ അവിടെ അഴുക്ക് കൂടി കിടക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞ്, അവിടെ അഴുക്കേണ്ടതൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റട്ടെ. അതൊക്കെ ഒന്ന് വളരെ വേഗം, നമുക്കൊരു മാക്സിമം 3 മാസം വേണ്ട. അല്ല, അത് ഓടിച്ചെന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാമറ മാറ്റേണ്ട കാര്യമില്ലല്ലോ. ക്യാമറ ചിലത് പ്രവർത്തിക്കുന്നില്ല, ചിലത്, ബാക്കി മിക്കവാറും ക്യാമറ പ്രവർത്തിക്കുന്നു. അത് ഡിസ്കസ് ചെയ്യണം. അതേപോലത്തെ ക്യാമറ തന്നെ വേണോ, അത്രയും വില കൂടിയത് വേണോ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അല്ല, നേരത്തെ അവിടെ ആരോ ഒന്ന് ചോദിച്ചില്ല. ഓക്കെ, റൈറ്റ്. ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ലോസിലല്ല എഴുതുന്നത്. പ്രിയദർശിനി ഒരു പ്രോഫിറ്റ് ലോസ് ബാലൻസ് ഷീറ്റിലല്ല എഴുതുന്നത്. ഇത് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ്. ഇത് വാസ്തവത്തിൽ ഒരു യാത്രാ പദ്ധതി എന്നേക്കാൾ കൂടുതൽ ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ഗവൺമെന്റിന്റെ. ആ പദ്ധതി KSRTC-യിൽ കൂടെ നടപ്പാക്കുകയാണ്. ആ അർത്ഥത്തിൽ അത് ഭയങ്കര പ്രോഫിറ്റാണ് ഇൻവേർട്ടഡ് കോമയിൽ. കാരണം പ്രോഫിറ്റ് ജനങ്ങൾക്കാണ്. അപ്പോൾ ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ രൂപയും, ഗവൺമെന്റ് ഇപ്പോൾ അതിന് 600 കോടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആ ഓരോ രൂപയും
5ഉം 10ഉം രൂപയുടെ റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ ഒരു എക്കണോമിക്സിനെ വെച്ചിട്ട് അത് പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് എക്കണോമിക്സ്. അതൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന നിലയ്ക്ക് വിഷമകരമാണെങ്കിലും ഇറ്റ്സ് എ ഗുഡ് എക്കണോമിക്സ്. നല്ലൊരു ഓ ബജറ്റ് ടൂറിസത്തിന് ഇത് ബാധിച്ചിട്ടോ? ബജറ്റ് ടൂറിസത്തിന് നല്ല ലാഭകരമാണ്. ബജറ്റ് ടൂറിസവും ഗ്രാമവണ്ടിയും കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയ 2 കാര്യങ്ങളാണ്. പക്ഷെ ഗ്രാമവണ്ടി 58 ഉള്ളൂ. അത് കൂട്ടണമെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പറയാം, ഇപ്പോൾ തൃശ്ശൂർ നഗരസഭയ്ക്ക് ഒരു ബസ് വാങ്ങിച്ചു തരാം, 1, 2, 3 ഒക്കെ വാങ്ങിച്ചു തരാം. അവർ പറയുന്ന റൂട്ടിൽ ഓടിക്കാം. അതേപോലെ തന്നെ ഗ്രാമവണ്ടികൾ പോലെ നഗരവണ്ടികൾ അവർക്ക് ഇറക്കാം. അത് രണ്ടും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയാണ്. ബജറ്റ് ടൂറിസത്തിന് ഒരുപാട് വണ്ടികൾ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല, എങ്കിലും ഉള്ളതൊക്കെ വെച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുകൾ ഈ ബജറ്റ് ടൂറിസം KSRTC ഉപയോഗിക്കുന്നത് അത് ലാഭകരമായതുകൊണ്ട് മാത്രമല്ല, അതിലൊരു നൊസ്റ്റാൾജി, ഈ ഓഫ് റോഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രസമൊക്കെ ഉണ്ട്. അതിന് പുഷ് ബാക്ക് സീറ്റ് ഒന്നും ഇല്ല, പക്ഷേ അതിലൊരു ലക്ഷറി ഉണ്ടല്ലോ. നൊസ്റ്റാൾജിയ ഈസ് എ ലക്ഷറി. ഇപ്പൊ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രിയദർശിനി ബസ് ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് കാര്യത്തിൽ പൊതുവിൽ അങ്ങനെ ഒരു അംഗീകാരം നൽകുന്നെങ്കിലും ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ അംഗീകാരമാണ്. പല റൂട്ടുകളും അതിരപ്പള്ളിയിൽ തന്നെ 2 റൂട്ടുകൾ ഈ അടുത്തിടെ അവസാനം ആ റൂട്ടിൽ കുന്നംകുളം മേഖലയിലടക്കം റൂട്ടുകൾ അവസാനം അങ്ങനെ കുന്നംകുളം റേറ്റിൽ ഏത് ഉപയോഗിച്ച് ഈ പ്രധാനപ്പെട്ട നഗരത്തിന് കുന്നംകുളത്തെ ഏതാ? അപ്പോ ഇത്തരത്തിൽ റൂട്ടുകൾ അവസാനിപ്പിക്കുന്ന കുന്നംകുളത്ത് പ്രിയദർശിനി ഒന്നും ബസ്സുകാർ പറയുന്നത് പൊതുവിൽ എല്ലാ മേഖലകളിലും ഇത് ബാധിച്ചിട്ടുണ്ട് തങ്ങളെന്നാണ്. അപ്പൊ ഇതിൽ വേണ്ടത്ര മുൻകരുത്ത് നമ്മൾ നടത്താതെ ആക്ഷേപം അവരുന്നയിക്കുന്നു. അതെന്തായിരിക്കും? അല്ല, നമ്മൾ ഓർഡിനറി ബസ്സുകൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇത് നേരത്തെ പറഞ്ഞ പോലെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഗവൺമെൻറ് വന്നപ്പോഴേ അപ്പോൾ അത് നടപ്പാക്കി. അത് നടപ്പാക്കിയപ്പോൾ ചില സ്ഥലത്ത് കൂടുതൽ ഓവർലാപ്പിംഗ് ഉണ്ട്, ചില സ്ഥലത്ത് ഒരു പ്രശ്നമില്ല. ഇപ്പം നെയ്യാറ്റിൻകരയിൽ പ്രൈവറ്റ് ബസ്സിന് പ്രശ്നമില്ലാത്ത കാരണം പ്രൈവറ്റ് ബസ് ഇല്ല. നെയ്യാറ്റിൻകര താലൂക്കിലെ പ്രൈവറ്റ് ബസ് ഇല്ല. ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ചില സ്ഥലത്ത് പ്രൈവറ്റ് ബസ് ഇല്ല, സോറി KSRTC ഇല്ല. ഇപ്പൊ കുന്നംകുളം തൃശ്ശൂർ വേണ്ടത്ര KSRTC ഇല്ല. ഉണ്ടോ രാജൻ? ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് വളരെയധികം ആലോചിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ ഓർഡിനറിയിലേക്ക് ചുരുക്കി ചെയ്തു. അപ്പോൾ ഓർഡിനറിയും പ്രൈവറ്റും ഓവർലാപ്പ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ സീറോ ഡൗൺ ചെയ്യാണ്. സീറോ ഡൗൺ ചെയ്തിട്ട് എത്ര ബസ്സുകൾക്ക് പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നവരെന്നെ വന്ന് കണ്ടിരുന്നു ആതിരപ്പള്ളിക്കാർ. ആതിരപ്പള്ളി വരെ കുറേ ബസ്സുണ്ട്, പക്ഷെ ആതിരപ്പള്ളി മലക്കപ്പാറ 2 ബസ്സേ ഉള്ളൂ. മനസ്സിലായോ? 2 ബസ്സേ ഉള്ളൂ. ഇന്റർസ്റ്റേറ്റ് ആണത്. ആ 2 ബസ്സിനല്ലേ പ്രശ്നമുള്ളൂ. അതിലേക്ക് നമുക്ക് ആ പ്രശ്നം ചുരുക്കി അവരുടെ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരക്കണക്കിന്, ആകെ 8000 ബസ്സേ ഉള്ളൂ. ബസ്സുകൾക്കൊന്നും ഈ പ്രോബ്ലം ഇല്ല. അപ്പോൾ പ്രശ്നമുള്ള സർവീസുകളും ബസ്സുകളും ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ആ പ്രശ്ന പരിഹാരം കുറേ കൂടെ എളുപ്പമാണ്. അത് പരിഹരിക്കും. ഇപ്പം അവരും കോൺഫിഡൻ്റ് ആണല്ലോ. കമ്മിറ്റി വന്നതിന് ശേഷം അവരും അവരുടെയൊക്കെ ഒരു മാറ്റം വന്നില്ലേ? അത് അഴിമതി, പലതരം അഴിമതികൾ ഉണ്ടല്ലോ. ഒന്ന് റോഡിൽ നടക്കുന്ന അഴിമതിയുണ്ട്, പിന്നെ ട്രാൻസ്ഫറിൽ അഴിമതിയുണ്ട്, അല്ലേ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, മൊത്തം ഗവൺമെന്റില്. അതുപോലെ തന്നെ സർവീസിന്റെ കൗണ്ടറിൽ നടക്കുന്ന അഴിമതികൾ. ഞാൻ MPDയുടെ കാര്യമല്ല പറഞ്ഞത്. എവരിവർ. ഒരു ഓഫീസർ ഇവിടെ ഇരിക്കുന്നു, മറ്റേ ആൾ എവിടെ ഇരിക്കുന്നു, അയാളൊരു പേപ്പർ കൊടുക്കുന്നു, ഉടനെ തന്നെ ആ പൈസ ഇരിക്കുന്ന ആളെ ആ സീറ്റിലേക്ക് വയ്ക്കുന്നതിന് അഴിമതിയുണ്ട്. ആരാണിത് ഇത് വാങ്ങിക്കേണ്ടതെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൽ ആദ്യം 1 by 1 ആയിട്ട് എടുക്കാം. ട്രാൻസ്ഫറിൽ അഴിമതികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ടോപ്പ് ലെവലിൽ അറിയണമല്ലോ, അല്ലെങ്കിൽ ഞാനല്ലേ അതിൻ്റെ ഉത്തരവാദി. ഞാൻ തൃശ്ശൂർ വെച്ച് പറയുകയാണ്,
നത്തിങ് ഡൂയിങ്. ആരെങ്കിലും അഴിമതി നടത്തി ട്രാൻസ്ഫർ വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങൾ രഹസ്യ സന്ദേശം തന്നോളൂ, അവരുടെ പേരിൽ ആദ്യം നടപടി എടുക്കും, പിന്നല്ലേ ബാക്കിയുള്ളവരുടെ പേരിലെടുക്കൊണ്ടു. ഒരു MVD ഉദ്യോഗസ്ഥനും കാശ് കൊടുത്ത് ട്രാൻസ്ഫർ മേടിക്കാൻ ദയവായി ശ്രമിക്കരുത്. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഞാൻ വെല്ലുവിളിക്കല്ല. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ രഹസ്യ വിവരം തന്നോളൂ, അവർക്കായിരിക്കും ബുദ്ധിമുട്ട് വരിക. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. എന്തായാലും നമുക്ക് ഈ മേഖലയിൽ ഞാൻ അവരോടും ഞാൻ വിശദമായിട്ട് അവരെ കാണുകയാണ്. എല്ലാവരെയും ജില്ലാതല യോഗങ്ങൾ ഇങ്ങനെ നടക്കാറില്ല, ആദ്യമായിട്ട് അങ്ങനെ നടക്കുന്നത്. ജില്ലാതലത്തിലെ എല്ലാ യൂണിഫോംഡ് ഓഫീസർമാരെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളൊക്കെ വളരെ വെൽ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വെൽ ടു ഡു ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അഴിമതി കാണിക്കുന്നത് ഒരു ലജ്ജാകരമായൊരു കാര്യമാണ്. അഴിമതി കാണിക്കുന്ന ഒരാളെ എനിക്ക് കണ്ടാൽ കഷ്ടം എന്നാണ് തോന്നുക, എടുക്കെന്ന് തോന്നില്ല. ആളുകൾക്കും അങ്ങനെ തോന്നണമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഷെയ്മിങ് ആണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓവർ ശ്രദ്ധപ്പെട്ടിരുന്നു, അതിന് നടപടി എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഇച്ചിരി ഓവർ ഡൂ ചെയ്തു. ഓ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞല്ലോ. ജലഗതാഗതം വളരെയധികം നിങ്ങൾ പ്രൊപ്പോസ് ചെയ്തോളൂ. തൃശ്ശൂർ ജില്ലയിലെ ജലഗതാഗത പാതകളിൽ പുതിയ ബോട്ടുകൾ ഇടണമെങ്കിൽ എല്ലാം കാലപ്പഴക്കം ചെന്നതല്ല, സൗരോർജ്ജ ബോട്ടുകളായി. അത് ഈ മേഖലയിൽ കുറേ നാളുകൾക്കിടയിൽ നടന്ന വളരെ പ്രോഗ്രസീവായിട്ടൊരു കാര്യമാണ് ഈ സൗരോർജ്ജ ബോട്ടുകൾ. ഇപ്പോൾ ചേർത്തല വൈക്കം കംപ്ലീറ്റ് സൗരോർജ്ജമായി, ഒരു തുള്ളി ഓയിൽ പോലും വെള്ളത്തിൽ വീഴില്ല. അതുപോലെ ഇപ്പോൾ പാർവതി പുത്തനാർ എന്ന് പറയുന്ന നമുക്ക് ഇങ്ങോട്ട് കനോലി കനാലായിട്ട് മാറുന്ന ഇതുണ്ടല്ലോ, അവിടെ ഇപ്പം വേളി ടു കഠിനംകുളം ഈ മാസം തന്നെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, യാത്രാ ബോട്ട് ഇടാൻ പോവുകയാണ്. അപ്പം അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഈ പാലങ്ങൾ വന്നപ്പോൾ പല സ്ഥലത്തും ആളുകൾ ഉപയോഗിക്കുന്നത് ബോട്ടുകളല്ലാതായി. കാരണം ബോട്ടിനേക്കാൾ സ്പീഡിൽ മോട്ടോർ സൈക്കിളിനൊക്കെ പോകാമല്ലോ. പക്ഷേ ഇത് ആവശ്യമുള്ളതും പിന്നെ ടൂറിസ്റ്റുകൾക്ക് യാത്രാ ബോട്ടുകളിൽ തന്നെ പോകാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഞാനത് ശ്രദ്ധിക്കാം. മുസ്ലിംസിൽ അല്ലേ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ല, നമ്മുടെ ഈ കനാലുകളെ ഗതാഗത യോഗ്യമാക്കണം. അതിന് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയത് കൊണ്ടാണ് പാർവതി പുത്തനാറിൽ ഇപ്പോൾ ഒരു 10-12 കിലോമീറ്റർ കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വർക്കല തുരുപ്പിൽ കൂടെ കയറി പരവൂർ കായലിലേക്ക് പോകാമായിരുന്നു. അത് പറ്റിയിട്ടില്ല, അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ജലഗതാഗതം ടൂറിസ്റ്റ് പർപ്പസിനാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാം. പക്ഷേ ഈ പാലങ്ങളും റോഡുകളും വന്നതോടുകൂടി ഐലൻഡ് ഈ കിടക്കുന്ന സ്ഥലങ്ങൾ ഇനി വളരെ കുറച്ചേ ഉള്ളൂ. വളരെ ചീപ്പുമാണ്, 6 രൂപയേ ഉള്ളൂ 3 കിലോമീറ്ററിന്. ഏറ്റവും ചീപ്പസ്റ്റ് ആണ്. പൊളിറ്റിക്ക് ചോദിച്ചോളൂ, ഞങ്ങൾ റെഡി ആയിട്ട് അത് വിട്ട് കളയും. ലീവ് ഇറ്റ്. അത് ഞാൻ പറഞ്ഞു ഇല്ല, ഞാനത്
അത് ഓവർഡൂ ചെയ്തു എന്നുള്ള കൃത്യമായ വാക്ക് ഞാൻ പറഞ്ഞു. അധികമായിട്ട് ഇനി ഒന്നും പറയാൻ പോണില്ല. ഇനി ഒന്നും ഞാൻ അതിനെ കുറിച്ച് പറയില്ല. ഇല്ല. യെസ്, അതൊക്കെ പറയേണ്ടത് ഒഫീഷ്യൽസ് ആണ്. KSRTCക്ക് ഒരുപാട് പരാധീനതകളുണ്ട്. അപ്പം അതിൻ്റെ ടാക്സ്, അതിൻ്റെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷുറൻസ് ഉള്ള പോലെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ബാക്ക്ലോഗ് KSRTCക്ക് ഉണ്ട്. അത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലുണ്ട്. പക്ഷേ ഗ്രേവ് സിറ്റുവേഷൻ, ആ നടപടിയുടെ കാര്യം വിട്ടുകളാ. അതിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതൊന്നും വലിയ വാർത്തയൊന്നുമല്ല. എന്തിന് ലീവ് ഇറ്റ്, വേറെ നല്ല കാര്യങ്ങൾ ചോദിക്കും. ട്രിവിയൽസിന്റെ മുകളിൽ പിടിക്കല്ലേ പ്ലീസ്. എത്ര വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. പടൻ രാജൻ പറഞ്ഞു. ആ മുഖ്യമന്ത്രി ഒക്കെ വാരി വലിച്ചു പോയ വകുപ്പും കാര്യങ്ങളും ആഭ്യന്തരമന്ത്രി അങ്ങനെ പോകുന്ന, ആരോഗ്യമന്ത്രി ഇങ്ങനെ, മറ്റ് മന്ത്രിമാരൊക്കെ ഇങ്ങനെ കുറേശ്ശെ നിൽക്കും. അപ്പൊ ഇവരുടെ ഒരു ഏകോപനത്തിന്റെ കുറവ് അത്തരം തോന്നലായിട്ടുള്ള മറ്റൊരു പൊളിറ്റിക്കൽ ചോദ്യം, CMC അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പൊളിറ്റിക്കൽ ഉപയോഗിക്കുന്നതും സംഘടന CMC ശക്തിയിലാക്കുന്ന സംഘടനയിൽ തീർച്ചയായിട്ടും ചോദിക്കാം. രണ്ടിനും മറുപടി പറയാം. ഭരണത്തിന്റെ ഏകോപനമാണ് മന്ത്രിസഭ. മന്ത്രിസഭ വളരെ ഗൗരവമായിട്ട് ചേരുന്നുണ്ട്. കൃത്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും രാജ്യം പറയുന്ന പോലെ അല്ല, അവരവരുടെ പ്രോജക്റ്റുകളിട്ട് പോകണം. ഇപ്പം ഞാനിപ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ട്രാൻസ്പോർട്ടാണല്ലോ. ട്രാൻസ്പോർട്ടിൽ വളരെയധികം മുന്നോട്ട് പോയില്ലേ. ഇപ്പം തുഫാൻ, അതൊരു വലിയൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പം അത് പിന്നെ ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായിട്ട് പോലും ആഭ്യന്തരമന്ത്രി ബഹുമാനായ ചെന്നിത്തല അദ്ദേഹം പോയി കണ്ട് വലിയൊരു വർക്കാണ് നടക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ലോഗ് ഭയങ്കരമല്ലേ. അപ്പം അതുകൊണ്ട് അത് രണ്ട് മേജറായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരവരുടെ ക്യാമ്പയിനുകളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അവരിപ്പോൾ വന്നിരിക്കുന്നേ ഉള്ളൂ ഓരോരുത്തരും. അത് അവരുടെ എല്ലാ ഫംഗ്ഷനും മുഖ്യമന്ത്രി സ്വാഭാവികമായും ക്യാബിനറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് നല്ലൊരു വളരെ വൈബ്രൻ്റ് ആയിട്ടൊരു ക്യാബിനറ്റാണ്. ഞാനിതിനു മുമ്പ് ക്യാബിനറ്റിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ക്യാബിനറ്റ് മന്ത്രിമാരായിട്ട് വളരെ ക്ലോസ് അസോസിയേറ്റ് ചെയ്തൊരു രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ ഞാൻ. നത്തിങ് റോങ്, അതിൽ ഒരു ആശങ്കയില്ല. നന്നായിട്ട് ഇപ്പം ആരോഗ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വർക്കുകളായിട്ട് മുന്നോട്ട് പോകുന്നു. അദാലത്തുകളടക്കം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വരും. പിന്നെ പൊളിറ്റിക്സിൽ എന്താന്ന് പറഞ്ഞാൽ CMP വളരെ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടും എന്നെ കളിയാക്കിക്കൊണ്ടും ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നൊക്കെ പറഞ്ഞു. അതൊരു പ്രശംസയായിട്ട് ഞാൻ എടുത്തില്ല. കാരണം മൊത്തം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കഷ്ടമാണല്ലോ അതിൻ്റെ ആന്തരികാർത്ഥം. പക്ഷെ എങ്കിലും ഞങ്ങളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ 40 വർഷം, 41ാം ജന്മദിനം, 40ാം വാർഷികം ടൗൺ ഹാളിൽ വരികയാണ്. അതിൽ വിളിച്ചിട്ടുള്ളത് മുഖ്യ അതിഥി യോഗേന്ദ്ര യാദവാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല. അതിൽ തന്നെ ഒരു സന്ദേശമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മാത്രമല്ല ഇന്ന് ലെഫ്റ്റ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവര് നമ്മുടെ നാട്ടിൻ്റെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷവൽക്കരിക്കണം എന്നുള്ളതാണ് യാദവൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതാണ് CMP ആഗ്രഹിക്കുന്നത്. അല്ലാതെ CMPയിൽ ഇങ്ങനെ ആളുകളെ കൂട്ടി മാത്രം വലുതാക്കുക, അവർ മാത്രം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, ബാക്കിയുള്ളവരെല്ലാം ഒന്നുകിൽ തീവ്രവാദികൾ, അല്ല തിരുത്തൽവാദികൾ, അല്ലെങ്കിൽ വിഘടനവാദികൾ. അങ്ങനെയില്ല. അതൊരു പഴയ രീതിയാണ്. അപ്പോൾ ലോകത്തെമ്പാടും ഒരു ലെഫ്റ്റ് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഡിക്ലൈൻ ആണുള്ളത്. ഇപ്പോൾ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു പാർട്ടിയായിരുന്നു, അവർക്ക് ഭയങ്കര ഡിക്ലൈൻ പോയി. ഫ്രഞ്ച് പാർട്ടി.
സ്പാനിഷ് പാർട്ടിക്ക് എല്ലാം ഇവിടെ ഡിക്ലൈനാണ്. അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ ലെഫ്റ്റ് ഡിക്ലൈൻ എന്ന് ഇന്ത്യയിലെ ഡിക്ലൈൻ ചെയ്യപ്പെട്ടവർ പോലും മനസ്സിലാക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ക്രൈസിസ്. ജനാധിപത്യ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിചയം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നാം സ്ഥാനമാണുള്ളത്. ഇപ്പോൾ ഹോച്ചിമിനും മറ്റുപോലെ അധികാരത്തിൽ വരുന്നേക്കാൾ എത്രയോ മുമ്പ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. ഫിദൽ കാസ്ട്രോ വിപ്ലവം നടത്തുന്നേക്കാൾ മുമ്പ് EMS മുഖ്യമന്ത്രിയായി. അത് വിപ്ലവമല്ല എങ്കിൽ പോലും പോസ്റ്റ് റെവല്യൂഷണറി എക്സ്പീരിയൻസ് നമ്മൾ നോക്കുമ്പോൾ, റെവല്യൂഷൻ എക്സ്പീരിയൻസ്, പോസ്റ്റ് റെവല്യൂഷൻ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ പല സ്ഥലത്തും മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് എന്താണ് റെവല്യൂഷൻ എന്നുള്ളതിനെ കുറിച്ച് പോലും പുനർചിന്തനം ചെയ്യേണ്ട ഒരു കാലമാണ് 21ാം നൂറ്റാണ്ട്. അതൊരു ഈവൻ്റ് ആണോ, ഒരു പ്രോസസ്സാണോ, ഓർ ഈസ് ഇറ്റ് മോർ എ പ്രോസസ് ദാൻ എൻ ഇവന്റ് എന്ന് തുടങ്ങിയിട്ടുള്ള മൗലികമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊന്നും കേട്ടിട്ടില്ല എന്നുള്ള മട്ടില് ഒരു പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിച്ചാൽ കേൾക്കാത്ത പോലെ ഇരിക്കുന്ന ഒരു കാര്യമില്ല. ആൻസർ ഇറ്റ്. അപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഞങ്ങൾക്കൊരു ചെറിയ പാർട്ടി എന്ന രീതിയിൽ പറയാനുള്ളത്, എന്തുകൊണ്ട് ലെഫ്റ്റ് ഡിക്ലൈൻ ഉണ്ടായി? ഇവിടെയല്ല. അപ്പൊ അതിപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഇനി ഒരു ഭരണത്തിന്റെ പോലും ആ കുഴപ്പം കൊണ്ട് മാത്രമല്ല ഉണ്ടാവുന്നത്. ആന്തരികമായി എന്തൊരു പ്രശ്നമുണ്ട്. ന്യൂ ജനറേഷൻ പണ്ട് വന്ന പോലെ ലെഫ്റ്റിലേക്ക് വരുന്നില്ല, എന്നാൽ റൈറ്റിലേക്ക് പോകുന്നുണ്ട്. റൈറ്റ് വിങ് ശക്തിപ്പെടുകയും ലെഫ്റ്റ് വിങ് മോശമാവുകയും ചെയ്യും. ഇനി ഇടയിൽ ഇപ്പോൾ CJP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഗ്രൂപ്പിങ്സ്, ആം ആദ്മി ഗ്രൂപ്പിങ്സ് വന്നു. ഒരു കാലത്ത് പ്രാദേശിക പാർട്ടികൾ വന്നു, BSP വന്നു, അവരും പുറകോട്ട് പോയി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് തീരുമാനിച്ചാൽ നാളെ നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി പറയുകയാണെങ്കിൽ ലോകത്തെമ്പാടും ഇന്ത്യയിലും വർക്കിംഗ് ക്ലാസ് പോളിറ്റിക്സ് അത് മുന്നോട്ട് വയ്ക്കണം. പണിയെടുക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായ മനുഷ്യരുടെ, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, അതൊക്കെയാണല്ലോ പുതിയ ലെഫ്റ്റ്. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ, അത് യൂറോപ്പിന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അവിടെ ദളിതും ആദിവാസിയൊന്നും ഇംഗ്ലണ്ടിലില്ല. അവർക്ക് അവിടെ ബ്ലാക്കിന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള 21ാം നൂറ്റാണ്ടിന്റെ ലെഫ്റ്റ് അജണ്ട എന്തായിരിക്കണം എന്നത് തുറന്ന ചർച്ചയ്ക്ക് വെക്കണമെന്നാണ് ഞങ്ങളുടെ ഈ 41ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്. അത് ഞങ്ങളെല്ലാറ്റിനും ഇങ്ങനെ കുറിപ്പടി എഴുതി തരും, 3 നേരം കഴിച്ചാൽ മതി, അസുഖം മാറുന്നു പറയാനുള്ള കഴിവില്ല എന്നുള്ളത്. അങ്ങനെ പറയാനൊരു കഴിവ് വേണം, ധൈര്യം വേണം. അതുകൊണ്ട് അതാണ് എനിക്ക് ലെഫ്റ്റ് പോളിറ്റിക്സിനെ കുറിച്ച് തൃശ്ശൂർ പറയാനുള്ളത്. അതൊക്കെ നമ്മുടെ പബ്ലിക് സ്പേസ് ആണ്, അല്ലേ? പബ്ലിക് സ്പേസ് ആണ്, പബ്ലിക് പ്ലേസും ആണ്. പബ്ലിക് സ്പേസിൽ നിന്നും പബ്ലിക് പ്ലേസിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് അതിൽ തന്നെ ഒരു രാഷ്ട്രീയമാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതൊക്കെ അതാത് മന്ത്രിമാര് പറയട്ടെ. അല്ല, സമയം തീർന്നു. ഒരുപാട് പിടിക്കുന്നുണ്ട്, അത് വാർത്തയാവുന്നുണ്ട്. ഇനിയിപ്പോ മന്ത്രിമാരുടെ വാഹനങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങളോ അല്ലെങ്കിൽ നിയമനം നടത്തിയാൽ MBDക്ക് പിടിക്കാൻ അധികാരമുള്ള വാർത്തയാക്കാൻ അധികാരം. ഏത് വാഹനത്തെയും കൃത്യമായിട്ട് തന്നെ കൊണ്ടു നടക്കണം. എൻ്റെ വാഹനമാണെങ്കിലും, എൻ്റെ വാഹനം വന്നപ്പോൾ ഒരു ചാനലിലൂടെ ഇരിക്കുന്നുണ്ട്, ഏതാണ് ഞാൻ പറയണില്ല. ഞാൻ കാസർഗോഡ് ചെന്നപ്പോൾ എൻ്റെ വാഹനത്തിന് പുക പരിശോധിച്ചിട്ടില്ല, പിന്നെ എന്താണ് ഇൻഷുറൻസ് ഇല്ലാതെ തെറ്റായ വാർത്തയായിരുന്നു. ഞാൻ അതുപോലും നിഷേധിച്ചില്ല, അത് പത്രക്കുറിപ്പ് ഇറക്കേ ചെയ്തുള്ളൂ. അല്ല, നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതിലൊന്നും വലിയ കോൺഫ്ലിക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഒഫീഷ്യൽസ് പറയട്ടെ.
ആംബുലൻസ് കിട്ടുന്ന പോലെ ഈ റേറ്റ് കൂടി ലൈറ്റ് അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആംബുലൻസ് മുന്നോ കഴിഞ്ഞ വണ്ടി ഞാൻ ഭരണപരമായിട്ടുള്ള ഒരു നടപടിയും ഒരു ഓഫീഷ്യൽ പറയേണ്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മന്ത്രിയാണ് അത് പരിശോധിക്കേണ്ടത്. ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നും കൊടുക്കാറുണ്ട്. പൊളിറ്റിക്കലൈസ് ചെയ്യാതിരിക്കാൻ അവരും ശ്രദ്ധിക്കണം, ഭക്ഷണം കൊടുക്കാൻ നമ്മളും ശ്രദ്ധിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട്. അല്ല, ഭക്ഷണം കൊടുക്കട്ടെ, എല്ലാവരും കൊടുക്കട്ടെ, പക്ഷെ അത് പൊളിറ്റിക്കലൈസ് ചെയ്യണ്ടെന്നല്ലേ മിനിസ്റ്റർ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാറുണ്ട് കേട്ടോ, അവർ ചോദിക്കാറുണ്ട്, ഇപ്പോഴല്ല, കലാകാലം. യെസ്.